കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചോദിക്കുന്നു, ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് കീഴടക്കാൻ ശ്രമിക്കുന്നു, അതിനെതിരെ മോദിജിക്ക് ശബ്ദമുയർത്താനുള്ള ധൈര്യമുണ്ടോ എന്നാണ്. അതായത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ഇസ്രയേൽ ചെയ്യുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. ഞാൻ ചോദിക്കുന്നത്, എന്തിന് മോദി അതിനെതിരെ ശബ്ദമുയർത്തണം? നമുക്കറിയാം, ഈ ഹമാസിനോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തവരാണ് ഈ വെസ്റ്റ് ബാങ്ക് ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ തീവ്രവാദികൾ. അപ്പോൾ ഇസ്രയേൽ അതിന് പ്രതികാരം ചെയ്യും. ഇനി ഇസ്രയേൽ ഈ അയൽ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി വിപുലപ്പെടുത്തുന്നതിന് നമ്മളെന്തിന് വിഷമിക്കണം? പക്ഷേ നമ്മൾക്ക് ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കാൻ ഒക്കൂ ഏത് സാഹചര്യത്തിലും. കാരണം കാർഗിൽ യുദ്ധത്തിലൂടെ ഇന്ത്യയുടെ കാശ്മീർ, ജമ്മു കാശ്മീർ ഭാഗങ്ങൾ പാകിസ്ഥാൻ കൈയടക്കുമായിരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ സഹായിച്ചത് ഇസ്രയേലാണ്. അന്ന് ഇസ്രയേൽ നമ്മളോടൊപ്പം വന്ന് ആ കാർഗിൽ മലനിരകളിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ കടുത്ത ആക്രമണം നടത്തിയ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ അതിശക്തമായ തിരിച്ചടി ഇന്ത്യൻ പട്ടാളത്തിന് നൽകാൻ കഴിഞ്ഞത് ഇസ്രയേലിന്റെ സഹായം ഒന്നുകൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുൻപ് ഇന്ത്യ നാണം കെട്ട് പരാജയം സമ്മതിച്ചു പോകുമായിരുന്നു. അങ്ങനെ നമ്മെ ഒരു ആപത്തിൽ സഹായിച്ച ഒരു രാഷ്ട്രം അവരവരുടെ രാജ്യം വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ നമ്മൾ അങ്ങോട്ട് കയറി സഹായിക്കണമെന്നില്ല. പക്ഷെ അതിന് നമ്മൾ എതിർക്കുന്നത് എന്തിന്? ഇനി ഈ ഹമാസോ അല്ലെങ്കിൽ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലമോ അവിടുത്തെ ആൾക്കാരോ എന്നെങ്കിലും ഇന്ത്യയോടൊപ്പം നിന്നിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ ഇന്ത്യയോടൊപ്പം നിന്നിട്ടുണ്ടോ? ഒന്നുമില്ല. നമുക്കറിയാം, അവരൊക്കെ തീവ്രവാദികളാണ്. തീവ്രവാദികൾക്കെതിരെയുള്ള യുദ്ധമാണ് ഇസ്രയേൽ നടത്തുന്നത്. പാകിസ്ഥാനും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തെ വികസിപ്പിക്കുന്ന വിപുലപ്പെടുത്തുന്ന പരിപാടികളാണ്. അതിനെതിരെയാണ് ഇന്ത്യയും. അപ്പോൾ ഇസ്രയേലും ഇന്ത്യയും ഒക്കെ ഏതാണ്ട് ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതായത് തീവ്രവാദത്തെ അടിച്ചമർത്താൻ അതിൽ ഇസ്രയേൽ കൈവരിക്കുന്ന ഏതൊരു വിജയത്തെയും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല.